ചൈനയിലെ പീഡനകാല ട്രാപ്പിസ്റ്റ് തലമുറയുടെ അവസാന കണ്ണി ഫാദർ ബെനഡിക്റ്റ് വിടവാങ്ങി. ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ ട്രാപ്പിസ്റ്റ് സന്യാസിയും ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പീഡനത്തിനിരയായ സന്യാസി സമൂഹത്തിലെ അവശേഷിക്കുന്ന അവസാന അംഗവുമായിരുന്ന ഫാദർ ബെനഡിക്റ്റ് ചാവോ അന്തരിച്ചു. 108 വയസ്സിൽ ഹോങ്കോങ്ങിലെ ലെൻറ്റാവോയിൽ വെച്ചായിരുന്നു അന്ത്യം. ഓർഡർ ഓഫ് സിസ്റ്റേഴ്ഷ്യൻസ് ഓഫ് ദ സ്ട്രിക്റ്റ് ഒബ്സർവൻസ് OCSO സമൂഹമാണ് അദ്ദേഹത്തിന്റെ നിര്യാണ വിവരം പുറംലോകത്തെ അറിയിച്ചത്. 79 വർഷം സന്യാസിയായും 77 വർഷം വൈദികനായും സേവനമനുഷ്ഠിച്ച ഫാദർ ബെനഡിക്റ്റിന് അനേകരെ ക്രിസ്തുവിശ്വാസത്തിലേക്ക് ആനയിക്കുവാൻ കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ സംസ്കാര ശുശ്രൂഷകൾ ഓഗസ്റ്റ് 14 നടക്കും. 1918 ചൈനയിലെ ചെങ്ടിങ്ങിലാണ് ഫാദർ ചാവോ ജനിച്ചത്. 1941 23 വയസ്സിൽ ലെൻറ്റാവോയിലെ ആശ്രമത്തിൽ പ്രവേശിച്ചു. യുദ്ധകാലത്ത് കടുത്ത ദുരിതങ്ങൾ അനുഭവിച്ചിരുന്ന സമൂഹമായിരുന്നു അത്. 1937 ജാപ്പനീസ് സൈനികർ ആശ്രമം പിടിച്ചെടുക്കുകയും നിരവധി സന്യാസിമാരെ തടവിലാക്കുകയും വധിക്കുകയും ചെയ്തിരുന്നു. നിരവധി പീഡനങ്ങൾക്കും യാതനകൾക്കും അദ്ദേഹവും സഹചാരികളും ഇരയായി. 1947 ഫാദർ ചാവോ സന്യാസവ്രതങ്ങൾ പൂർണ്ണമായി ഏറ്റെടുക്കുകയും 1949 വൈദികനായി അഭിഷിക്തനാവുകയും. ഇതിനിടെ ചൈനീസ് ഏകാധിപതിയായ മാവോ സേതൂങ് പ്രദേശത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതോടെയാണ് ഏറ്റവും മോശമായ അവസ്ഥ സംജാതമായത്. ഫാദർ ചാവോ തന്റെ നിത്യവ്രത വാഗ്ദാനം നടത്തിയ 1947 യാങ്ജിയാപിങ് ആക്രമിക്കപ്പെട്ടു. സന്യാസിമാർ പീഡിപ്പിക്കപ്പെടുകയും ആശ്രമം വിട്ടുപോകാൻ നിർബന്ധിതരാവുകയും ചെയ്തു. 1 വർഷത്തിനു ശേഷം ജനകീയ വിചാരണ എന്ന പേരിൽ നടത്തിയ വിധിന്യായത്തിനു ശേഷം 6 സന്യാസിമാരെ വെടിവെച്ചു കൊന്നു. ആ സന്യാസിമാരിൽ ആ സമൂഹത്തിന്റെ ഉപതലവനായിരുന്ന ഫാദർ ക്രിസോസ്റ്റം ചാങ്ങും ഉൾപ്പെട്ടിരുന്നു. യുവസന്യാസിയായ ബെനഡിക്റ്റ് ചാവോ താമസിച്ചിരുന്ന ലിയേസി എന്ന സമൂഹത്തിനു നേരെയും ആക്രമണമുണ്ടായി. മറ്റൊരു നഗരത്തിൽ അഭയം തേടുകയല്ലാതെ അവർക്കു മുന്നിൽ മറ്റു മാർഗങ്ങളില്ലായിരുന്നു. പീഡനം രൂക്ഷമായതോടെ ചില സന്യാസിമാരെ ചൈനയിൽ നിന്ന് പുറത്തേക്കയച്ചു. അവരിൽ ഫാദർ ചാവോയും ഉൾപ്പെട്ടിരുന്നു. അങ്ങനെ കാനഡയിലെ മാനിറ്റോബായിലുള്ള നോത്രഡെയിം ഡേ പ്രയറീസ് ആശ്രമത്തിൽ എത്തിച്ചേരുകയായിരുന്നു. പിന്നീട് ഹോങ്കോങ്ങിൽ തങ്ങളുടെ സമൂഹം പുനഃസ്ഥാപിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. പൊണ്ടിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫോറിൻ മിഷൻസ് PIME അംഗവും അന്നത്തെ ഹോങ്കോങ് ബിഷപ്പുമായ മോൺസിഞ്ഞോർ എൻറിക്കോ വാൾട്ടോർട്ടയുടെ പിന്തുണയോടെ ലാൻറ്റാവോ ദ്വീപിലെ ഉയർന്ന പ്രദേശത്ത് അവർക്കൊരു ഭൂപ്രദേശം ലഭിച്ചു. അവിടെ 8 സന്യാസിമാർ ചേർന്ന് പുതിയ ആശ്രമം നിർമ്മിക്കുകയും 1956 പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുകയും ചെയ്തു. 1999 സിസ്റ്റേഴ്ഷ്യൻ സമൂഹത്തിന് സ്വതന്ത്ര ആശ്രമ പദവി ലഭിച്ചു. ഫാദർ ചാവോയുടെ മരണത്തോടെ മാവോയുടെ ഭരണകാലത്ത് പീഡനത്തിനിരയാകുകയും ഹോങ്കോങ്ങിൽ വീണ്ടും ആരംഭിക്കുകയും ചെയ്ത ട്രാപ്പിസ്റ്റ് സന്യാസിമാരുടെ ആ തലമുറയിലെ അവസാന കണ്ണിയെയാണ് ആശ്രമത്തിന് നഷ്ടമായിരിക്കുന്നത്.